You come here because there's no one to beat Pepe in the കാണാൻ പറ്റത്തില്ലേ? ആഗ്രഹമുണ്ട് ആരെങ്കിലും ഒക്കെ അങ്ങനെ വിളിച്ചാൽ പോകണം ചെയ്യണം എന്നൊക്കെ. പക്ഷെ ഇതിലില്ല. പെപ്പെ അതേപോലെ തന്നെ ഇനി അടുത്ത സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ആകുന്നത് പെപ്പയുടെ അടുത്ത ലൈനപ്പുകളാണ്. അതായത് നഹാസിന്റെ കൂടെ ഡ്യൂക്ക് കോമ്പിനേഷനിൽ ഒരു പടം വരുന്നുണ്ട്. അത് അതിന് ക്ലാരിറ്റി പെപ്പ തന്നെ കൊടുക്കണം. കാരണം അത് കുറേ ആയി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചുള്ള എന്താണ് ക്ലാരിറ്റി? അത് കൂടാതെ മാർക്കോടെ പ്രൊഡ്യൂസറുടെ കൂടെ ഒരു പടം എന്താണ് അതിനെ കുറിച്ചൊരു വ്യക്തത ഒരു പടം ചെയ്യുന്നുണ്ട്. ഏത് പടം ഞാൻ പറയില്ല. പിന്നെ നേരത്തെ പറഞ്ഞത് ശരിയാണ്. ഷെരീഫിക്കയുടെ ഒരു പുള്ളി പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ ഒരു ഫ്രണ്ടാണ് ഡയറക്റ്റ് ചെയ്യുന്നത്. ഈ മാർക്കോടെ ഡയറക്ടർ പറയുമ്പോൾ ആക്ഷനാണ് വീണ്ടും കൂടുതലായി പ്രതീക്ഷിക്കുന്നത്. മാർക്കോടെ അതായത് പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ അല്ലേ വീണ്ടും ആക്ഷനാണ് കൂടുതലായിട്ട് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വീണ്ടും ആക്ഷനിലേക്കാണ് പോകുന്നത്. അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പുറത്തേക്ക് പറയാൻ പറ്റില്ല. കാരണം അവർ പടം ഒന്നും അനൗൺസ് ചെയ്തിട്ടില്ല. അതിന്റെ പരിപാടികൾ നടക്കണല്ലോ. ദുൽഖർ നഹാസ് കോംബോ അടുത്തത് അതാ നല്ല പടമായിരിക്കും. ഓക്കെ ഓക്കെ Oh my God. They were asking why you come here because there's no one to beat Pepe in the industry. തിരക്കഥ ഡിമാൻഡ് ചെയ്തു, മോയെ വിളിച്ചു. തിരക്കഥ ഡിമാൻഡ് ചെയ്തൊരു വിദേശ താരത്തെയാ. ഇൻഡസ്ട്രി വിദേശ താരം ഇല്ല. അതിലൊരാള് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ഉള്ള എല്ലാരും ഇടിച്ച് തീർന്നു, പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് ഇടിക്കുന്നത്. ഞങ്ങളുടെ വിനീത് തട്ടിലേട്ടൻ ആ ഡയലോഗ് പറയുന്നുണ്ട്. ആൻഡ് ആരും മോയോടൊരു ചോദ്യം ചോദിക്കുന്നില്ലേ, വൈ ദിസ് ഇംഗ്ലീഷ്